ബി.ജെ.പിയുടെ കൈവശത്തേക്ക് ഇനിയും എത്തിച്ചേരാത്ത 4-5 സംസ്ഥാനങ്ങളാണല്ലോ ഈ തെക്കേ അറ്റത്ത് കിടക്കുന്നത്. അപ്പോൾ അതിൽ തമിഴ്നാടായിക്കോട്ടെ, കേരളമായിക്കോട്ടെ, ഈ പറയുന്ന പോലെ മറ്റ് തെലുങ്കാന ആയിക്കോട്ടെ, കർണാടക ആയിക്കോട്ടെ, ഇവിടെയെല്ലാം പ്രതിപക്ഷ കക്ഷികൾ ഭരണത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങളാണ്. അപ്പോൾ സ്വാഭാവികമായും ഇവരെ നേരായ വഴിക്ക് ഇവരെ വരിഞ്ഞു കെട്ടാൻ പറ്റില്ല എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ ഈ പറയുന്ന പോലെ മറ്റൊരു വഴിയിലൂടെ എങ്ങനെ നമ്മളെ പൂട്ടിക്കെട്ടാം എന്ന ഒരു ഗവേഷണം കൂടി ഇതിൻ്റെ പിന്നിൽ തീർച്ചയായും പ്രവർത്തിക്കുന്നുണ്ട്. നേരായിട്ട് അവർക്ക് ഇവിടെ കടന്നു വരാൻ അവർ പല വഴി നോക്കി. തമിഴ്നാട്ടിൽ AIDMKയുമായിട്ടൊക്കെ ചേർന്ന് പല പരീക്ഷണം നോക്കിയെങ്കിലും നിലം തൊടാൻ കഴിഞ്ഞില്ല. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർ ആലോചിക്കുന്നത് ഇത്തരത്തിൽ എങ്ങനെ നമ്മളെ തകർത്ത് കളയാം, നമ്മളിൽ നിന്ന് കിട്ടാവുന്ന പരമാവധി ഊറ്റിയെടുക്കുക, എന്നിട്ട് അർഹതപ്പെട്ട പോലും സംസ്ഥാനങ്ങൾക്ക് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് നൽകാതിരിക്കുക. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു മൃഗീയ ഭൂരിപക്ഷത്തിലേക്ക് അവർക്ക് ഉത്തരേന്ത്യയിൽ നിന്ന് തന്നെ പോകാൻ കഴിഞ്ഞാൽ പിന്നീട് ഒരർത്ഥത്തിലും നമ്മളെ മൈൻഡ് ചെയ്യേണ്ട കാര്യം വരുന്നില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും അതാണ് അവിടെ സംഭവിക്കുന്ന ഒരു കാര്യം. കാരണം നേരത്തെ പറഞ്ഞതുപോലെ പൊളിറ്റിക്കലി ഈ സംസ്ഥാനങ്ങളെ അവർക്ക് വലിയൊരു ബാലികേറാമലയായിട്ട് നിൽക്കുമ്പോൾ എങ്ങനെയാണ് ഈ സംസ്ഥാനങ്ങളെ വരുതിയിൽ കൊണ്ടുവരാൻ കഴിയുക? ഈ സംസ്ഥാനങ്ങളിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ അടിച്ചമർത്തിക്കൊണ്ട് എങ്ങനെയാണ്? അപ്പൊ പിന്നെ ഈ ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ ഒരു രാജ്യം എന്നുള്ള നിലയിൽ പാർലമെന്റ് എടുക്കുന്ന തീരുമാനത്തെ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ പറ്റൂല. ആ രാജ്യത്തിനകത്താണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ പാർലമെന്റിന്റെ തീരുമാനം നമുക്കും ബാധകമാണ്. അപ്പോൾ ഏകപക്ഷീയമായ തീരുമാനങ്ങൾ വരും. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ നമ്മൾ എടുക്കുക അവാർഡിങ്ങിന്റെ കാര്യത്തിൽ, ഫിനാൻസ് കമ്മീഷന്റെ മറ്റു അവാർഡിങ്ങിന്റെ കാര്യത്തിലൊക്കെ ഈ കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന വിവേചനം, അതുപോലെ തന്നെ നമുക്ക് അനുവദനീയമായ കടമെടുപ്പ് പോലും അനുവദിക്കാതിരിക്കുന്ന സാഹചര്യം, ഇതിനൊക്കെതിരെ പ്രക്ഷോഭം നടത്തുകയും കേസ് പറയുകയും ചെയ്യണ്ട. ഇതൊക്കെ നമ്മൾ ആലോചിക്കണം. ഇതൊക്കെ വെറും ഒരു ഭരണപരമായ പ്രോസസ്സിൽ കൃത്യമായി നടന്നു പോകുന്ന കാര്യങ്ങളാണ്. ഒരിക്കലും ഒരു ജുഡീഷ്യൽ സ്ക്രൂട്ടിനിക്ക് വരേണ്ട വിഷയങ്ങൾ പോലും അല്ല ഇവ. പക്ഷെ ആ കാര്യത്തിൽ പോലും ഒരു ജുഡീഷ്യൽ ബോഡിയുടെ മുമ്പാകെ പോയി വാദിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് ഒരു സ്റ്റേറ്റ് എത്തുകയാണ്, പല സംസ്ഥാനങ്ങളും എത്തുകയാണ്. അർഹതപ്പെട്ടത് കൊടുക്കുന്നില്ല. അപ്പൊ അർഹതപ്പെട്ടത് കൊടുക്കാതിരിക്കുകയും അതേപോലെ തന്നെ പാർലമെന്ററി പ്രോസസ്സിനകത്ത് അവർക്ക് സ്ഥാനമില്ലാതായി പോവുകയും ചെയ്യുന്ന അവസ്ഥയൊന്നും ആലോചിച്ച് ഭീകരമായൊരവസ്ഥയായിരിക്കില്ലേ? അത്യധികം ഭീകരമായിട്ടുള്ള ഒരു സാഹചര്യത്തിലേക്ക് അത് പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഒരുപക്ഷെ നമ്മളിപ്പോൾ തമിഴ്നാട്ടിൽ കാണുന്ന ആ ഒരു പ്രതിഷേധം, ഒരു വലിയ പ്രതിഷേധം, ഇപ്പോൾ സ്റ്റാലിൻ ഈ ബില്ലിൻ്റെ കോപ്പി അടക്കം കത്തിച്ചുകൊണ്ട് ഉദയനിധിയും അതുപോലെ തന്നെ ഈ ബില്ലിൻ്റെ കോപ്പി കത്തിക്കുകയാണ്, കരിങ്കൊടി ഉയർത്തുകയാണ്. അപ്പോൾ ആ രീതിയിൽ വലിയ തോതിൽ ഒരു പ്രതിഷേധം തമിഴ്നാട്ടിൽ DMKയും അതുപോലെ തന്നെ CPMും ഒക്കെ തന്നെ ഉയർത്തുമ്പോൾ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് പക്ഷേ ഇക്കാര്യത്തിൽ ഒരു അഴകുഴമ്പൻ സമീപനം സ്വീകരിക്കുന്നുവെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. അവർക്ക് ഭരണമുള്ള സംസ്ഥാനങ്ങളിലടക്കം ഇപ്പോൾ തെലുങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പുതിയ ചില ഫോർമുലയൊക്കെ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. 50% GDPയും 50% പോപ്പുലേഷൻ എന്നൊക്കെയുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അതിലുപരി ഇതൊരു ജനകീയ പ്രതിഷേധമായി മാറ്റിയെടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ലല്ലോ ശ്രീ ജോർജ് ജോസഫ്. തീർച്ചയായിട്ടും അത് ഉത്തരവാദിത്തപ്പെട്ട ഒരു പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഇന്ത്യയിലെ ഒരു പ്രതിപക്ഷത്തെ ഒന്നാമത്തെ പാർട്ടി എന്നുള്ള നിലയിൽ അവരുടെ റെസ്പോൺസിബിലിറ്റി ഈ വിഷയത്തിൽ മാത്രമല്ല മറ്റു പല വിഷയങ്ങളിലും നിർവഹിക്കുന്നില്ല. അതൊരു വലിയ ദുരന്തമാണ് സത്യത്തിൽ. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം എന്താണോ അവർ വല്ലാതെ BJP സർക്കാരിനെയും മോദിയെയും ഭയപ്പെട്ടു നിൽക്കുന്നു എന്ന് നമുക്ക് വിശ്വസിക്കാവുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും അവരുടെ തീരുമാനങ്ങളും നമുക്ക് പ്രകടമാണ്. ഈ വിഷയത്തിൽ പോലും അവർ ആത്മാർത്ഥമായി പ്രതികരിക്കുന്നില്ല. ഇപ്പോ GDPയുടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിലോ പോപ്പുലേഷന്റെ അങ്ങനെയൊന്നും ഒരു ഫോർമുലയൊന്നും ഇവിടെ വർക്കൗട്ട് ചെയ്യാൻ സിമ്പിൾ അല്ല, അത്ര ലോജിക്കലും അല്ല അത്തരം വിഷയങ്ങൾ. കാരണം GDP മാറിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. അത് ഓരോ വർഷവും ചിലപ്പോൾ കുറയാം, കൂടാം, പല സാഹചര്യങ്ങൾ കൊണ്ട് അതിനകത്തേക്ക് ഉള്ളൊരിത് വരാം. ഇതെല്ലാം അങ്ങനെ ആ രീതിയിലൊന്നും നമുക്ക് അതിനെ കൊണ്ടുപോവുക എന്നുള്ളത് ശാസ്ത്രീയവും യുക്തിസഹവും പ്രായോഗികമല്ലാത്ത പരിഹാര മാർഗങ്ങളാണ്. ഇതിനെ നമ്മൾ നഖശിഖാന്തം എതിർക്കണം. ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ തകർക്കുക, കാരണം തങ്ങളുടെ പരിധിയിൽ നിൽക്കാത്ത സംസ്ഥാനങ്ങളെ കൂട്ടും എന്ന ഉറച്ച തീരുമാനമാണ് ഇതിന്റെ പിന്നിലുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെ ഒരു ഫോർമുല എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് അതാണ് അത് വെള്ളം ചേർക്കുന്ന സമീപനമാണ് കോൺഗ്രസ് പലപ്പോഴും സ്വീകരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഒരു ധാരണയിൽ പോകാം, കുറച്ച് കഴിയുമ്പോൾ അന്ന് അങ്ങനെ ആവട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പോവുക, ഇതൊക്കെയാണ് അപകടകരമായ സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇതിനകത്തൊരു പ്രത്യേകിച്ചൊരു സൊല്യൂഷനില്ല. ഈ തീരുമാനം മാറ്റുകയല്ലാതെ ഒരു സൊല്യൂഷൻ ഇല്ല.
ആനുപാതികമായി എങ്ങനെയാണ് വർദ്ധിപ്പിക്കാൻ കഴിയുന്നത് എന്നുള്ളത് എല്ലാവരും ഡിസ്കസ് ചെയ്യണം. അതായത് പ്രയർ ഡിസ്കഷൻ ഇത്തരം സംസ്ഥാനങ്ങളോടില്ല, രാഷ്ട്രീയ പാർട്ടികളോടില്ല. വലിയൊരു ക്രൂഷ്യലായിട്ടുള്ള ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ഒരു ഡിസ്കഷനും ഒരു ചർച്ചയും നടക്കുന്നില്ല. ഒരു സുപ്രഭാതത്തിൽ ബില്ല് വരെയുള്ളൂ. നമ്മൾ ഞെട്ടിപ്പോവുകയാണ്. പ്രതിപക്ഷ പാർട്ടികളുടെ പല സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, അവരുടെ MP-മാർക്ക് പാർലമെന്റിൽ തന്നെ എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഇതെല്ലാം ഇങ്ങനെയുള്ള വിഷയങ്ങളെല്ലാം നിലനിൽക്കുമ്പോൾ ഈ തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് ഗവൺമെന്റ് പോകുമ്പോൾ അതിനെ ആത്മാർത്ഥമായി എതിർക്കുന്നു എന്നുള്ളൊരു നില നമുക്ക് പരിശോധിക്കുമ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് വിലയിരുത്താൻ നമുക്ക് കഴിയാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ട്. അതാണ് അതിനകത്ത് വരുന്ന ഒരു വലിയ പ്രശ്നം തന്നെയാണ്. നന്ദി ജോർജ് ജോസഫ്.